ധർമ്മസ്ഥലയിലെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ന്യൂസ് 18 ആയിരുന്നു തുടർച്ചയായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിന്റെ ഭാഗമായി തന്നെ കർണാടക സർക്കാർ ഈ ധർമ്മസ്ഥലയിലെ ദുരൂഹതകൾ നീക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കഴിഞ്ഞ ദിവസം ആണ് നിയോഗിച്ചത്. എന്നാൽ ഇപ്പോഴിതാ ആ അന്വേഷണ സംഘത്തിൽ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു. അന്വേഷണ സംഘത്തിലെ 2 ഓഫീസർമാർ പിന്മാറിയേക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. IG MN അനുച്ഛേദ്, DCP സൗമ്യലത എന്നിവർ വ്യക്തിപരമായ കാരണങ്ങളാൽ ഒഴിവാക്കണമെന്ന് കാട്ടി സർക്കാരിന് കത്ത് നൽകും എന്നുള്ളതാണ് വിവരം. അതേസമയം അന്വേഷണത്തിൽ പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് ആക്ഷൻ കൗൺസിൽ. അവരായിട്ട് പറഞ്ഞ ഇത്ര വലിയൊരു പ്രശ്നമാണല്ലോ. ഈ പ്രശ്നത്തിൽ ഞാനിപ്പം മനസ്സിലാക്കിയ രീതി ലെറ്റർ മുഖാന്തരം ഒന്നും വന്നിട്ടില്ല. അതിന് പറഞ്ഞ് ഞങ്ങൾ ആ ക്ഷേത്രത്തിൽ പോയതാണല്ലോ. ക്ഷേത്രം ആകുമ്പോൾ എല്ലാവരും വരും. അവർക്കും അറിയാമല്ലോ ഇത്ര വലിയ പ്രശ്നമുള്ള അറിയുന്നില്ലോ. അങ്ങനെ ഇപ്പോൾ എന്തിനാ നാളെ നമ്മളെ പേരെടുത്തിട്ടിടുന്നത്? അതിന് ഇതിനേക്കാൾ നല്ല ഓഫീസർമാരുണ്ടല്ലോ. ഇല്ല അങ്ങനെ ഒരു ഇത് ഇപ്പം നാബ് ആ പുള്ളീൻ്റെ പേരിലായതുകൊണ്ട് ഒരു ഡൗട്ടും ഇല്ല. താഴെ ഇവരെല്ലാം വരുന്നത്. അന്നേരം പുള്ളിക്ക് ആര് വേണം നമുക്ക് ചെയ്യാം. യെസ്, ഇതാണ് സാഹചര്യം. KV ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, നമ്മൾ പിന്തുടരുന്ന വാർത്തയാണ്. അതിൽ തന്നെ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്നുള്ളത് ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് നീതി തേടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി പതിറ്റാണ്ടുകളായി ഇതിന് പിന്നാലെ നടക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ആശ്വാസം നൽകുന്ന ഒന്നായിരുന്നു. അപ്പോഴും നമ്മൾ ഈ സംശയവും പ്രകടിപ്പിച്ചതാണ്. കാരണം മറുഭാഗത്ത് ഉള്ളവർ അത്രമേൽ ശക്തരാണ്, ആരെയും സ്വാധീനിക്കാൻ ശേഷി ഉള്ളവർ ആണ്. ഒരുപക്ഷെ ഈ അന്വേഷണ സംഘത്തിൻ്റെ യാത്ര പോലും അത്രമേൽ ദുർഘടമാകും എന്നുള്ളത്. ഇതിപ്പോൾ എന്താണ് നമുക്ക് പ്രൈമറിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ അന്വേഷണ സംഘത്തിൽ നിന്ന് 2 പേർ പിന്മാറുമ്പോൾ അവർ വ്യക്തിപരമായ കാരണങ്ങളാണ് പറയുന്നത്. അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവർക്കുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെയൊരു അന്വേഷണമാണ് നടക്കാൻ പോകുന്നത് എന്നത് ഈ സംഘ രൂപീകരണത്തെ തന്നെ ബാധിക്കുന്നു. അങ്ങനെ വിലയിരുത്തേണ്ട പശ്ചാത്തലമുണ്ടോ? അഭിലാഷ്, അങ്ങനെ വിലയിരുത്തേണ്ട ഒരു പശ്ചാത്തലമില്ല. കാരണം പ്രധാനമായും ഇവർ ആവശ്യപ്പെട്ടത് DGPയുടെ മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ വേണമെന്നാണ്. നമുക്കറിയാം, ഇത് വർഷങ്ങളായി ഉള്ള ഒരു സംഭവമാണ്. ഒരുപാട് പ്രക്ഷോഭം ഒക്കെ നടത്തിയിട്ടും ഒരു ചലനം പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ന്യൂസ് 18 സംഘം ഇവിടെ എത്തുമ്പോൾ ഇവരുടെ കാര്യങ്ങൾ പോലും പുറം ലോകം അറിഞ്ഞിരുന്നില്ല. അതിൽ നിന്നൊക്കെ വലിയ ആശ്വാസം ഇവർ കണ്ടെത്തുകയാണ് ഇത്തരത്തിൽ ഒരു അന്വേഷണം. പ്രധാനമായും അഭിഭാഷകരും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടത് DGPയുടെ മേൽനോട്ടത്തിലുള്ള ഒരു സംഘത്തെ നിയോഗിക്കണമെന്നാണ്. അത്തരം ഒരു സംഘം നിയോഗിച്ചിരിക്കുന്നു. അതുകൂടാതെ വിദഗ്ധരായ ആളുകൾ, അതായത് ഫോറൻസിക് അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ഇത്തരത്തിലുള്ളൊക്കെ വിദഗ്ധരായ ആളുകളെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ 2 ഉദ്യോഗസ്ഥർ പ്രധാനമായും വ്യക്തിപരമായ കാരണം എന്ന് പറയുന്നത് ഈ അമ്പലവുമായി നേരത്തെ സന്ദർശനം നടത്തിയ 2 ആളുകളാണ്. ഏതെങ്കിലും തരത്തിൽ ഇത് വളരെ സെൻസേഷണലായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നാളെ ഏതെങ്കിലും തരത്തിലൊരു ആരോപണം ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇവർ 2 പേരും ഇത്തരത്തിൽ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് പകരം ഒരുപാട് IPS ഓഫീസർമാർ ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് നീണ്ട ദിവസം നീണ്ടു നിൽക്കുന്ന അന്വേഷണമായിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ശുചീകരണ തൊഴിലാളിയുടെ മൊഴി തന്നെയാണ്. അദ്ദേഹത്തിന്റെ മൊഴി ഈ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തുമെന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. അതോടൊപ്പം അനന്യ ഭട്ട് 23 വർഷമായി കാണാതായ മകൾക്ക് വേണ്ടി സുജാത ഭട്ട് അവരുടെ അമ്മ പരാതി നൽകിയിട്ടുണ്ട്. അന്ന് പരാതി പോലും സ്വീകരിക്കാത്ത ഒരു സംഭവമാണ്. അതിൽ ഇതുവരെ ധർമ്മസ്ഥല പോലീസ് കേസ് എടുത്തിട്ടില്ല. ആ സംഭവത്തിലും ഈ SITയുടെ അന്വേഷണ പരിധിയിൽ ആ കേസ് കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യുക, ഒപ്പം ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ ആ സ്ഥലത്ത് അവിടെ മണ്ണെടുത്ത് കുഴിച്ച് പരിശോധിക്കുക. ഇതാണ് പ്രധാനമായും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. അതേതായാലും ഒരാഴ്ചക്കകം തന്നെ അത്തരം നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ 2 പേർ ഇതിൽ നിന്നും ഒഴിവായ പോലും അത് ഇവരെ ഏതെങ്കിലും തരത്തിൽ അതൃപ്തിക്ക് ഇടവരുത്തുന്നില്ല. ഇവർക്ക് ആശ്വാസമുണ്ട്. ഒരു ചലനം പോലും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ ഈ സാക്ഷിക്ക് പോലും സുരക്ഷ നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതിൽ നിന്നൊക്കെ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. ഈ കേസിൽ വലിയ മാനം വന്നിരിക്കുന്നു. മാത്രമല്ല, വലിയ മാധ്യമ ശ്രദ്ധയാണ് ഇപ്പോൾ ഈ സംഭവത്തിന് ലഭിക്കുന്നത്. നമ്മളിവിടെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ മാത്രമാണ് ദിവസങ്ങളോളം ഈ വാർത്ത കൈകാര്യം ചെയ്തത്. പിന്നീട് അത് ദേശീയ ചാനലുകളും ഒപ്പം എല്ലാ ചാനലുകളും ഏറ്റെടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് അത്ര പെട്ടെന്ന് ഇനി ആ രീതിയിൽ പോലീസിന്റെ ഭാഗത്തുണ്ടാവില്ല. മാത്രമല്ല, ഇത് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ഈ കേസ് പ്രമുഖരായ അഭിഭാഷകർ ഉൾപ്പെടെ രംഗത്തെത്തിയ സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും
ഈ പ്രദേശം ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് സമീപമാണ് ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം. ഇവിടെ കുഴിച്ചു പരിശോധിക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആദ്യത്തെ ആവശ്യം. അവിടെ എന്തൊക്കെ രഹസ്യങ്ങളുണ്ട്, എത്ര പേർ അവിടെ മരണപ്പെട്ട് ഈ കുഴിച്ചിട്ടുണ്ട്, ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ അതിൽ എത്രത്തോളം വ്യാപ്തിയുണ്ടോ എന്നൊക്കെ അറിയുന്നുണ്ട്. ആ നടപടിയിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ആദ്യഘട്ടം എന്ന നിലയിൽ ഇവിടുന്ന് ധർമ്മസ്ഥല പോലീസ് രജിസ്റ്റർ ചെയ്ത ആ കാലഘട്ടം മുതലുള്ള മുഴുവൻ കേസുകളുടെയും വിവരങ്ങൾ ബംഗളൂരുവിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ നാളെയോ മറ്റന്നാളോ അവിടെ എത്തിക്കും. അതിനുശേഷം ആരൊക്കെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തണം, ഏതൊക്കെ രീതിയിലാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ കാര്യത്തിൽ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ്. എന്നാലും ഈ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയ പോരാട്ടം നടത്തിയ ആക്ഷൻ കമ്മിറ്റിയാണ്. അവർക്ക് ഈ കാര്യത്തിൽ വലിയ പ്രതീക്ഷ തന്നെ ഇപ്പോഴും ഉണ്ട്. തീർച്ചയായും അതാണ് ബൈജു സൂചിപ്പിക്കുന്ന പോലെ ഈ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. പക്ഷേ നമുക്കറിയാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട പെൺകുട്ടിയുടെ കൊലപാതകികളെ നിയമത്തിൽ കൊണ്ടുവരണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അടക്കം നടന്നിട്ടുള്ള പോരാട്ടങ്ങളുണ്ട്. അതൊന്നും ഫലം കാണാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു. ആ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായ ശേഷവും ഒരു മെല്ലെപ്പൊക്കാണല്ലോ ബൈജു ഇതിൽ നടന്നത്. അതിനുശേഷമാണ് ന്യൂസ് 18 ഈ വിഷയത്തിൽ ഇടപെടുന്നത്. നമ്മൾ നിരന്തരമായി വാർത്തകൾ നൽകി. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഇതുവരെ പുറത്ത് പറയാൻ മടിച്ചിരുന്ന പലരും രംഗത്ത് വരികയും അവർ പരാതിയുമായി വരികയും ചെയ്യുന്നു. പൊതുജന മധ്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബന്ധുക്കളെ, മക്കളെ, അച്ഛനെ ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് പരസ്യമായി പറയാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പരാതികൾ എല്ലാം ഇനി ഈ പ്രത്യേക സംഘത്തിന് മുന്നിലേക്ക് എത്തുകയല്ലേ? ഇപ്പോൾ തന്നെ നമ്മൾ നൽകുന്ന വാർത്തകൾ പോലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ജോയിയുടെ മരണം. ജോയിയുടെ മരണത്തെ സംബന്ധിച്ച് മകനായ അനീഷ് നമ്മളോട് പങ്കുവെക്കുന്ന ഡേറ്റകൾ തന്നെ ധാരാളമാണ് ഒരു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ആ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ. അപ്പോൾ അത്തരം വിവരങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെടെ ഈ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് വരില്ലേ? തീർച്ചയായും ആ സംഭവങ്ങളെല്ലാം ഈ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അഭിലാഷ് സൂചിപ്പിച്ചത് KJ ജോയിയുടെ കൊലപാതകം ഒരുപക്ഷെ സിനിമാ കഥകളെ പോലും വെല്ലുന്ന തരത്തിലാണ്. ഒരു ഭൂമിക്ക് വേണ്ടി ഒരു മനുഷ്യനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് അത് സ്വാഭാവിക മരണമാവുകയും ചെയ്യുന്നത്. 7 വർഷത്തിന് ശേഷം ഇവിടെ നിന്നും പലായനം ചെയ്യുന്ന ആ കുടുംബം നമ്മുടെ ഇത്തരത്തിലുള്ള വാർത്തകളും ഒപ്പം ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ അവരുടെ കൂട്ടായ്മയുടെ ആ ശക്തിയും അതിനു മുന്നിൽ അദ്ദേഹം ഇവിടെ വീണ്ടും എത്തി നമുക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നു. അത് പൊതുജനം മുഴുവൻ അറിയുന്നു. ഇടുക്കി കട്ടപ്പന സ്വദേശിയായ KJ ജോയിയെ ഇത്തരത്തിൽ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്തി 2018 ആ കേസെന്ന് ഓർക്കണം. 2014 വരെയുള്ള ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലാണെങ്കിൽ അതിനും അപ്പുറം 2018 ഒരു കേസ്. ആ കേസ് ഇപ്പോൾ ഈ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അതിനൊപ്പം ഇദ്ദേഹം തളിപ്പറമ്പ് പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നുണ്ട്. അതായത് കേരളത്തിൽ കൂടി അതിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കേരള പോലീസ് കൂടി അതിൽ ഉൾപ്പെടാൻ പോകുന്നു. അത്തരത്തിൽ കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ആ കേസിൽ 20 കോടിയോളം രൂപ വില മതിക്കുന്ന ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് അവരുടെ സ്ഥലം. 40 ഏക്കറിൽ 20 ഏക്കർ നേരത്തെ തന്നെ കൈക്കലാക്കി. അതിനപ്പുറം 20 ഏക്കർ കൂടി ഇപ്പോൾ ജോയിയുടെ ഇവരുടെ പേരിലുള്ള ആ സ്ഥലം അത് അനീഷിനും അവരുടെ മക്കൾക്കും ഒക്കെ അനുഭവിക്കേണ്ട ആ സ്വത്ത് ഇപ്പോൾ ഒരു സംഘം കയ്യിൽ വെച്ച് അവിടെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ്. അതെല്ലാം ഈ അന്വേഷണ പരിധിയിൽ വരും. അതുകൂടാതെ കർണാടകയിൽ മൊത്തം എല്ലാ പോലീസ് സ്റ്റേഷനുകളും രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് കേസുകൾ ഉൾപ്പെടെ ഈ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ആ ഉത്തരവിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വിപുലമായ ഒരു അന്വേഷണമായിരിക്കും. ഏതെങ്കിലും തരത്തിൽ 2 ഉദ്യോഗസ്ഥർ ഇതിൽ നിന്നും മാറി നിന്നാൽ പോലും അട്ടിമറിക്കപ്പെടില്ല എന്നാണ് നിലവിൽ ഈ ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. എന്തായാലും ഇവർ സസൂക്ഷ്മം ഈ കാര്യങ്ങളെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈ അഭിഭാഷകരുടെ വലിയ സംഘം തന്നെ ഇതിനെല്ലാം പിന്നിലുണ്ട്. അവരുടെ മേൽനോട്ടവും കൃത്യമായി ഈ കാര്യത്തിലുണ്ട്. അവർ ബംഗളൂരുവിലാണ്. അതുകൊണ്ട് തന്നെ ബംഗളൂരുവിൽ നിരവധി ആളുകളുടെ ഈ ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. 86 കൊല്ലപ്പെട്ട പത്മലത മലയാളിയായ ആ കുടുംബം നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിലുള്ള ഒരു ആളാണ്. അത്തരത്തിൽ എല്ലാ കേസുകളും ഇപ്പോൾ ഇതിന്റെ പരിധിയിൽ വരും. പോലീസ് സ്റ്റേഷനിൽ സ്വീകരിക്കാത്ത കേസുകൾ കൂടി ഇപ്പോൾ ഈ വെളിച്ചത്ത് വരാൻ പോകുന്നു എന്നതിനെ മനസ്സിലാക്കേണ്ടി വരും. തീർച്ചയായും അത് ഇന്ന് ബൈജു റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് ഈ ധർമ്മസ്ഥലയിലെ ആരോപണ വിധേയമായിട്ടുള്ള ഇടം, അതായത് ശുചീകരണ തൊഴിലാളി, ഇവിടെയാണ് ഈ മൃതദേഹങ്ങൾ
സംസ്കരിക്കേണ്ടി വന്നത്, സംസ്കരിച്ചു എന്നത് ടെക്നിക്കലി പറയാൻ സാധിക്കില്ല, കുഴിച്ചു മൂടേണ്ടി വന്നത് എന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്തടക്കം നിന്നുകൊണ്ടാണ് ബൈജു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആ പോലീസ് സ്റ്റേഷൻ നമ്മൾ രാവിലത്തെ വാർത്തകളിൽ പ്രേക്ഷകരിലേക്ക് വളരെ കൃത്യമായി അതിൻ്റെ ദൃശ്യങ്ങളടക്കം നൽകിയിരുന്നു. അപ്പോഴും ആ സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ ഒരുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് വേണമെങ്കിൽ തെളിവുകൾ ഉൾപ്പെടെ നശിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ പല കാലഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്, അതല്പം പ്രയാസകരവുമാണ്. എങ്കിൽ പോലും ഗുരുതരമായ വെളിപ്പെടുത്തലുണ്ടാകുമ്പോൾ ആ പ്രദേശത്തിന് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ പോലീസ് നൽകുന്നില്ല, ഈ ആരോപണം ഉന്നയിച്ച വ്യക്തിക്ക് സുരക്ഷ നൽകുന്നില്ല. അങ്ങനെയൊക്കെയാണല്ലോ ബൈജു ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം. ഒരുപക്ഷെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഇതിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്ന് വേണമോ നമുക്ക് പ്രതീക്ഷിക്കാൻ? നമ്മൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ച ആ ഇടം, അതായത് വനഭൂമിയായി മാറിയിട്ടുള്ള ആ ഇടം, അവിടെ കൂടുതൽ പരിശോധനകൾ ഒരുപക്ഷെ JCBയും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കുഴിച്ചുള്ള പരിശോധനകൾ അങ്ങനെയൊക്കെ നടക്കുമെന്ന് വേണമോ നമുക്ക് പ്രതീക്ഷിക്കാൻ? തീർച്ചയായും അത്തരത്തിലൊരു പരിശോധനയാണ് ആക്ഷൻ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നേത്രാദ്വീപ് പുഴ, അവിടെ ആദ്യമായി മാധ്യമപ്രവർത്തനം നടത്തുന്നത് നമ്മളാണ് ഇന്ന്. ആ ഭാഗത്ത് ഒരു വലിയ സംഘം, ഡി ഗ്യാങ് എന്നറിയപ്പെടുന്ന, നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിന് കഴിഞ്ഞ ദിവസം അതായത് ബൈജു ആണ് ഈ പ്രദേശത്ത് നേരിട്ട് എത്തി അവിടെ നിന്നുകൊണ്ട് വാർത്തകൾ നൽകിയത്. അതിൽ കൃത്യമായി, അതായത് ഈ 1978-79 കാലഘട്ടം മുതൽ ആണ് പലരും മിസ്സിംഗ് ആയിട്ടുള്ളത്, ദുരൂഹ സാഹചര്യത്തിൽ കൊലപ്പെട്ടിട്ടുള്ളത്. നിരവധി സ്ത്രീകൾ, പെൺകുട്ടികൾ, അവരുടെയൊക്കെ മൃതദേഹങ്ങളടക്കം ലഭിച്ചിരുന്നു. ന്യൂസ് 18 തന്നെ രാവിലെ, അതായത് ഈ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ഇവരെ കാണാതായിട്ടുള്ളത്, ഇവർ എവിടെ വരെയൊക്കെ സഞ്ചരിച്ചിരുന്നു, അവിടുത്തെ കർണാടക സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് സ്റ്റാൻഡ്, അവിടെ വന്നിറങ്ങിയതുവരെ കണ്ടവരുണ്ട്, പിന്നീട് ഓട്ടോയിൽ കയറിയവർ കണ്ടവരുണ്ട്, ചിലർ നടന്നുപോയ പെൺകുട്ടികളെ കണ്ടവരുണ്ട്. പക്ഷേ അവരൊക്കെ അപ്രത്യക്ഷരാകുന്നു, പിന്നീട് തിരിച്ചു വരുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം അവരുടെ മൃതദേഹം ഒരുപക്ഷെ പുഴയിൽ നിന്ന് ലഭിക്കുന്നു, മറ്റിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നു, അസ്ഥികൂടം ലഭിക്കുന്നു. ഇതൊക്കെ ആയിരുന്നു സാഹചര്യം. ഇതിൻ്റെയൊക്കെ പ്രതികൾ ആരാണിത് ചെയ്തത്? ഇതിനൊന്നുമാണ് ഉത്തരമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൃത്യമായി മുന്നോട്ട് പോയാൽ, ഇവർ നൽകുന്ന രേഖകളും തെളിവുകളും പരിശോധിച്ചാൽ അതിനൊക്കെ ഒരു പരിധിവരെയെങ്കിലും ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടേ ബൈജു? തീർച്ചയായും അഭിലാഷത്തിൽ ഏറ്റവും പ്രധാനം പ്രതികൾ ആരൊക്കെ, അതൊക്കെ കൃത്യമായി ഇവിടുത്തെ ആൾക്കാർക്കറിയാം. അവർ ഭയപ്പെട്ട് അതൊക്കെ പുറത്തു പറയാതിരിക്കുന്നുണ്ട്. ഇത് പോലീസ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. ഏതെങ്കിലും തരത്തിലൊരു ആരോപണം ആർക്കെങ്കിലും ഉന്നയിക്കാൻ നമ്മളോ തയ്യാറല്ല, അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും തയ്യാറല്ല. പോലീസ് കണ്ടെത്തേണ്ടതാണ്. തെളിവുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ മൂടപ്പെട്ട് രഹസ്യമായി കിടക്കുന്നുണ്ട്. അത് പോലീസാണ് കണ്ടെത്തേണ്ടത്. ഇതിൽ ആദ്യമായി ഏറ്റവും തുടക്കം എന്ന നിലയിൽ ഈ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം ചെയ്യേണ്ടത്, ഒരാൾ വെളിപ്പെടുത്തിയിരിക്കുന്നു 100 മൃതദേഹങ്ങൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടു എന്ന്. ആ സ്ഥലം പരിശോധിക്കണം. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സ്ഥലത്ത് ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ സുരക്ഷ ഈ സമയം വരെ ഇല്ല എന്നാണ് ഏറ്റവും പ്രധാനം. ഞാനിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് സമീപത്ത് ഒരു 3 കിലോമീറ്റർ മാറിയാണ് ആ സ്ഥലം. ഒരു 3 കിലോമീറ്റർ മാറിയാൽ ഈ സ്ഥലം, ഈ നേരത്തെ കാണിച്ച നേത്രാവതി പുഴ സ്ഥലം കൃത്യമായ സെന്ററിൽ തന്നെയാണുള്ളത്. ഒരു പക്ഷേ ഇവിടെ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. ഏത് സമയത്തും അപകടം വരാം. ആക്ഷൻ കമ്മിറ്റി ആളുകൾക്ക് എന്റെ കൂടെ രാവിലെ എത്തണം, ഒരു ബൈറ്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പോലും വരാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇപ്പോഴും ഒരു ഭയം, അത് തീർച്ചയായും ആളുകളിലുണ്ട്. അത് മാറേണ്ടിയിരിക്കുന്നു. ഇനി അത്തരത്തിലൊരു ഭയം ഉണ്ടായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് തന്നെയാണ് നമ്മളുടെ ഒരു ശ്രമം ഉണ്ടായത്. നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, മറ്റു മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് കാട്ടിക്കൊടുക്കണമായിരുന്നു. ഏതെങ്കിലും ഒരു ഗുണ്ടാ ശക്തികൾക്കോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകാതെ ആ രീതിയിൽ മുന്നോട്ട് വരണമെന്ന് തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹം. എന്തായാലും ഇപ്പോൾ യുവാക്കൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന മുദ്രാവാക്യം ഉയർത്തി മുന്നോട്ട് വരുന്ന കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നു. ഇതിൽ സത്യം പുറത്തു വരണം. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ കുറ്റവാളികൾ ആരായാലും തന്നെ, എത്ര ഉന്നതരായാലും അവരെല്ലാം നിയമത്തിന് മുന്നിൽ വരണം. അത് തന്നെയാണ് നിരന്തരം വർഷങ്ങളായി ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിൽ നടപടി വേണ്ടത് പോലീസിന്റെ ഭാഗത്താണ്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നടപടിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ശുചീകരണ തൊഴിലാളിയിൽ
ഒരു ഏക സാക്ഷിയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും ജീവന് അപായം സംഭവിച്ചാൽ ഇതെല്ലാം ഇവിടെ കുഴിച്ചുമൂടപ്പെടും, ഒരു സത്യം പോലും പുറത്തു വരാതിരിക്കും. അത് ഇവർ ഭയന്നിരുന്നു. അദ്ദേഹത്തിന് ഈ ആക്ഷൻ കമ്മിറ്റിയും അഭിഭാഷകരുമാണ് ഇപ്പോഴും സുരക്ഷ ഒരുക്കി കൊടുക്കുന്നത്. ഏതായാലും അദ്ദേഹത്തെ പ്രത്യേക സംഘത്തിന് അദ്ദേഹത്തെ കൈമാറും. അദ്ദേഹത്തിന്റെ വിവരങ്ങൾ കൂടുതൽ അദ്ദേഹത്തിന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ധർമ്മസ്ഥല പോലീസ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തെ ഹാജരാക്കാൻ. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ജീവൻ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് പ്രധാനമായും ഈ സാക്ഷിയെ അത്തരത്തിൽ വിട്ടുകൊടുക്കാറുന്നത്. നിലവിൽ DGP തലത്തിലുള്ള ഒരു അന്വേഷണം ഇവർ തുടക്കത്തിൽ ആവശ്യപ്പെട്ടായിരുന്നു. അതിൽ എന്തെങ്കിലും ഒരു നടപടി നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് കർണാടക വനിതാ കമ്മീഷനാണ് ഇക്കാര്യം ശക്തമായി ഉന്നയിച്ചതും പിന്നീട് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് അതാണ് ന്യൂസ് 18 തുടർച്ചയായി നൽകിയ വാർത്തയുടെ ഫലം കൂടിയാണ്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നുള്ളത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളെ, നീതിന്യായ സംവിധാനങ്ങളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട്, സ്വാധീനിച്ചുകൊണ്ട് ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭൂപ്രദേശത്ത് മറ്റൊരു സമാന്തരമായ ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, ആ സംവിധാനങ്ങൾ നീതി നിഷേധം നടത്തിയിരുന്നുവെങ്കിൽ, അവിടെ പതിറ്റാണ്ടുകളായി പോരാടുന്നവർക്ക് നീതി ലഭിക്കേണ്ടത് അനിവാര്യതയാണ്. ആ അനിവാര്യതയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വാർത്താ പരമ്പര പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിന് വലിയ ഫലം ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നത്. ആ അന്വേഷണ സംഘത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറുന്നുണ്ടാകാം, പക്ഷേ ആ അന്വേഷണ സംഘത്തിലേക്ക് മറ്റുദ്യോഗസ്ഥർ എത്തുക തന്നെ ചെയ്യും. അവർ അന്വേഷണവുമായി മുന്നോട്ട് പോകും. എല്ലാം തെളിയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും, തെളിയിക്കപ്പെടണം എന്നില്ല എങ്കിലും, അവിടെ നടന്നിട്ടുള്ള അനീതികളിൽ കുറച്ചെങ്കിലും തെളിയിക്കപ്പെടണം. അവരെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാനും സാധിക്കണം. വാർത്തയുടെ വിശദാംശങ്ങളാണ് KV ബൈജു നൽകിയത്. ഇടവേള.